ഹായ്, ഇന്ന് നിങ്ങളോട്ട് ഒരു ചെറിയൊരു വിഷയം ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇന്ന് ഞാനും എൻ്റെ അമ്മയും ചിത്തിയായിട്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ചിത്തി, എൻ്റെ ആൻറ്റി എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ ചിത്തിയായിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് വരെ പോയിരുന്നു. അപ്പോൾ അവിടെ പോയി ചെന്ന് കണ്ടപ്പോൾ എനിക്ക് ഈ കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതിൻ്റെ വീഡിയോസ് ഞാനിവിടെ കൊടുത്തിരിക്കാം, കാര്യങ്ങളൊക്കെ. ഞങ്ങളിന്ന് പോയത് നെയ്യാറ്റിങ്കര പൂവാറ് പോകുന്ന റൂട്ടിൽ പ്ലാങ്ങാമുറി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ബഡ് സ്കൂളിൽ പഠിപ്പിച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ പോകുന്ന കുട്ടികൾ, ഒരു ബുദ്ധിക്ക് അല്പം ബുദ്ധി വളർച്ചയില്ലാത്ത പിള്ളേർക്ക് അവിടെ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. ഇവിടെ സ്കൂൾ പോലെ അല്ല, അവർക്ക് അവരുടെ രീതികളും ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവർക്ക് എന്തിലാണ് അവർക്ക് താല്പര്യമുള്ളത്, അപ്പോൾ അതനുസരിച്ച് അവർക്കൊരു തൊഴിൽ എങ്ങനെ ചെയ്ത് അവർക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ള തരത്തിലാണ് അവരവിടെ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ, വീട്ടിൽ ചിഞ്ചു എന്നാണ് വിളിക്കുന്നത്, കിരൺ രാജ് പേര്. അപ്പോൾ ചേട്ടന് ഇത്തിരി സുഖമില്ലാത്ത ഒരു ടൈപ്പാണ്. അധികം ഭയങ്കര ഒരു വയ്യായികയൊന്നുമല്ല, എന്നാലും ചെറിയ രീതിക്ക് ഒരു വയ്യായികയുണ്ട്. കുറച്ച് നാൾ, ഒരു 5-6 വർഷത്തിനിടയ്ക്ക് വെച്ച് ഒരു ബഡ് സ്കൂളിലൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിരവധി തവണ വീട്ടിൽ വന്ന് അവർ ഫോൺ വിളിക്കുക അല്ലെങ്കിൽ വന്ന് പറയുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് ബഡ് സ്കൂളിൽ വിടുന്നത്. ബഡ് സ്കൂളിൽ വിടുന്നതിന് കൊണ്ടൊന്നും കുഴപ്പമില്ല, പക്ഷേ അവിടെ പിള്ളേർക്ക് അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഹോംവർക്ക് പോലെ വീട്ടിൽ വന്ന് എഴുതുന്നതൊക്കെ ഞങ്ങളടക്കം കണ്ടിട്ടുണ്ട്. പിന്നെ 1, 2, 3 അല്ലെങ്കിൽ എഴുതി കൂട്ടുന്നത്, അല്ലെങ്കിൽ കളർ അടുപ്പിക്കുന്നത്, പിന്നെ അവിടുത്തെ ഡാൻസ് പ്രോഗ്രാം കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ അവിടെ നടത്തുന്നുണ്ട്. അതെല്ലാം ഓക്കെയാണ്. പക്ഷേ ഇവര് രാവിലെ ഒരു 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ അല്ലെങ്കിൽ 3:30 വരെ അവർക്കൊരു ക്ലാസ് ഉണ്ട്. അതിൽ ഈ ഒരു കാര്യങ്ങൾ മാത്രമാണ് അവിടെ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഇവർക്ക് മുന്നോട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ സുഖമില്ലാതിരിക്കുന്ന ഒരു പിള്ളേർക്ക് എങ്ങനെ അവർക്ക് ജീവിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും അവർ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ വീടുകളിൽ നിന്ന് മാറി നിൽക്കുന്നു. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇവർക്ക് എന്താണ് ജീവിക്കാനായിട്ട് വേണ്ട, അവർക്ക് പുറത്തേക്കൊന്ന് പോകാനോ ഒറ്റയ്ക്കൊന്ന് പോകാനോ ഒറ്റയ്ക്ക് സാധനം വാങ്ങാനോ, അതിനൊക്കെയും അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിനൊക്കെ അവർ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഉള്ള ഒരു ക്ലാസ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വേർതിരിച്ച് ഒരു ക്ലാസ് കൊടുക്കുക. കാരണം ഭയങ്കരമായിട്ട് വയ്യാത്ത പിള്ളേരുണ്ട്, ഒരുവിധം നോർമലായുള്ള പിള്ളേരുണ്ട്, അല്ലെങ്കിൽ ചിലർക്ക് എഴുത്തും വായനയും കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ള പിള്ളേരുണ്ട്. അപ്പോൾ അതിൻ്റെതായ കാറ്റഗറി തിരിച്ച് അവർ ക്ലാസ് എടുത്തിരുന്നെങ്കിലും പ്രശ്നമില്ലായിരുന്നു. ഇത് സുഖമില്ലാത്തതായിരുന്നാലും അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് അറിവുള്ള പിള്ളേരായിരുന്നാലും എല്ലാവരും ഒരുമിച്ചാണ് അവർ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആർക്കും ഒരു പ്രയോജനം ഇല്ല. ഇപ്പോൾ ഇവിടെ ചിഞ്ചുവേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചിഞ്ചുവേട്ടന് സംസാരിക്കുമ്പോഴുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ എഴുത്തും വായനയും കൃത്യമായിട്ടുള്ള ഇത് അറിയില്ല. മുമ്പൊക്കെ പേരൊക്കെ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ എഴുതി കാണിക്കുമായിരുന്നു. പക്ഷേ ബഡ് സ്കൂളിൽ പോയതിന് ശേഷം അവിടെ കുറച്ച് സുഖമില്ലാത്ത പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ആയി. കാരണം ഇതിനേക്കാളും ക്ലിയർ ആയിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തി അവിടെ പോയിട്ട് വരുമ്പോഴത്തേക്കും ആ പിള്ളേരുടെ കൂടെ ഇരുന്ന് സംസാരിച്ച് പഴകി എടുത്ത് വരുമ്പോൾ ആ ഒരു ഇതാവും. അപ്പം ഞങ്ങൾ തന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ചിഞ്ചേട്ടാ ഇനി മേലിൽ ആ സ്കൂളിൽ പോകരുത്, ഇപ്പോൾ സംസാരിക്കുന്നത് പോലും ക്ലിയർ ആവുന്നില്ല എന്നൊക്കെ പറയും. പക്ഷേ ഞങ്ങളടുത്തൊക്കെ വഴക്കിട്ട് വീണ്ടും പോകും. പക്ഷേ ഇപ്പോൾ എന്തോ കുറച്ച് നാൾ കൊണ്ട് പോവാതെ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ചിഞ്ചേട്ടൻ ഇപ്പോൾ പറയുന്നത് അങ്ങനെയാണ്, ഒരു ജോലി വേണം, എനിക്ക് ജോലി വേണം, എനിക്ക് പൈസ വേണം, എനിക്ക് പൈസ വേണം, എനിക്ക് ജോലി വേണം, ഈ ഒരു ചിന്ത മാത്രമാണുള്ളത്. അതെ, അവർക്കും ജീവിക്കണമല്ലോ. അപ്പോൾ ഇപ്പോൾ കുറേ നാളുകൊണ്ട് ബഡ് സ്കൂളിൽ പോകുന്നില്ല. അങ്ങനെയൊക്കെ നിന്ന ഒരു സമയത്താണ് ഞങ്ങൾ ഈ നെയ്യാറ്റിങ്കര ഈ ഒരു ഭാഗത്ത് നടത്തുന്ന ഈ ഒരു ട്രെയിനിങ്ങും അല്ലെങ്കിൽ അവരുടെ ഈ പരിശീലനത്തെ പറ്റിയൊക്കെ അറിയുന്നത്. അങ്ങനെ ഞങ്ങളിന്ന് പോയപ്പോൾ എനിക്ക് ഭയങ്കര ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഇങ്ങനെയുള്ള പിള്ളേർക്കാണല്ലോ അവർ ട്രെയിനിങ് കൊടുത്ത് അവരെ പഠിപ്പിച്ചെടുക്കേണ്ടത്. ആ ഒരു കാര്യം അവർ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കരധികം സന്തോഷം തോന്നി. കാരണം ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ പിള്ളേരുള്ള വീടിനടുത്തുള്ളവരോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരോ നിങ്ങൾക്കറിയാവുന്ന തരത്തിലുള്ള ഇതുപോലുള്ള ഭിന്നശേഷിക്കാരോ അല്ലെങ്കിൽ ബഡ് സ്കൂളിൽ പോകുന്നവരോ ആയിട്ടുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ ബഡ് സ്കൂളിൽ വിടാതെ നിങ്ങളുടെ കുട്ടിക്ക് എന്താണോ ആവശ്യം അത് നടത്തി കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇവിടെ തൊഴിലവസരങ്ങൾ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നത്. അതാണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മൾ ഈ ഇല്ലെങ്കിൽ പോലും അവർക്ക് ജീവിക്കണം.
അമ്മയും അച്ഛനും മരിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ അവരില്ലാത്തപ്പോഴും ഇവർക്ക് ജീവിക്കണം, ഇവർക്ക് ഒറ്റയ്ക്ക് പുറത്തു പോകാനും വരാനും, അല്ലെങ്കിൽ അവർക്ക് നോട്ടുകൾ ഇതാണ് അല്ലെങ്കിൽ അത് മാറി നമുക്ക് എത്ര ബാലൻസ് കിട്ടും, അങ്ങനത്തെ രീതിക്കൊക്കെ അവരെ ബുദ്ധി വികസിപ്പിച്ചാണ് എടുത്ത് വരേണ്ടതാണ്. അവർക്ക് അതിൻ്റെ ട്രെയിനിങ് കൊടുക്കണം, അവർക്ക് തൊഴിൽ ചെയ്യണം. ഏതിനാണോ അവർക്ക് നല്ല കഴിവുള്ളത് ആ രീതിക്ക് അനുസരിച്ച് അവർ തൊഴിൽ കൊടുക്കാം. അങ്ങനത്തെ രീതിക്ക് അവർ പരിശീലിപ്പിച്ച് എടുക്കും. അതിൻ്റെ കൂടെ കമ്പ്യൂട്ടർ ക്ലാസ്സും കൂടെ കൊടുക്കുന്നുണ്ട്. ഈ കമ്പ്യൂട്ടറിനെ പറ്റി ഒട്ടും അറിവില്ലാത്തവരാണ് അവിടെ വരുന്നത്. അവർ ഓരോന്നും പറഞ്ഞു കൊടുത്താണ് അവർ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഹോസ്റ്റൽ പോലെ നിന്ന് അവർക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് പഠിക്കാം. അല്ലാത്തവർക്ക് രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ് ക്ലാസ്. അപ്പോൾ ഈ നെടുമങ്ങാട് ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ കുറച്ച് നേരത്തെ അവർ പറഞ്ഞയക്കും, കാരണം കുറച്ച് ദൂരം ഉള്ളത് കൊണ്ട്. അപ്പോൾ ഡെയിലി പോയി വരാമെന്നുള്ളവർക്ക് അങ്ങനെ പോയി വരാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ നല്ലൊരു കാര്യമാണ്. അത് നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. മാക്സിമം നിങ്ങൾ ഇതുപോലുള്ള കുട്ടികളോ അല്ലെങ്കിൽ അറിയത്തൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനവുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. നെയ്യാറ്റിങ്കര പൂവാറ് പോകുന്ന ഭാഗത്ത് വ്ളാങ്യാമുറി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സ്ഥാപനം ഉള്ളത്. അപ്പോൾ ഇതുപോലുള്ള പിള്ളേർ ഉണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ കൊണ്ടുചെന്ന് എത്തിക്കുക. ബഡ് സ്കൂളിൽ വിടുന്നത് ഞാൻ കുറ്റമൊന്നോ അല്ലെങ്കിൽ മോശമൊന്നല്ല ഞാൻ പറയുന്നത്. അവരവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവർക്ക് തൊഴിൽപരമായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. ആരുടെ ഇതും നോക്കാതെ, അല്ലെങ്കിൽ ഇവർക്കൊരു ജീവിതം വേണമല്ലോ. ഇവർക്ക് അമ്മയുടെ അച്ഛൻ്റെയും കാലം കഴിഞ്ഞാലും ഇവർക്ക് ജീവിക്കണം. ഇവർ അത്രയും നാൾ കഴിഞ്ഞാൽ ഇവർ ആരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. കാരണം ഇവർക്ക് ഇനി കുടുംബമായിട്ട് മാറേണ്ട അവസ്ഥകൾ അല്ലെങ്കിൽ രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ട് അവർക്ക് എന്താണോ ആവശ്യം അതൊക്കെയും ചെയ്ത് അവർ സക്സസ് ആയി നല്ല രീതിയിൽ വരാൻ വേണ്ടിയാണ് ആ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ, ബൈ ബൈ.